നായാടി തൊട്ട് നസ്രാണി വരെ യോജിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന് ഇനി NSSുമായിട്ട് ഒരു പിണങ്ങിപ്പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പതിറ്റാണ്ട് മുൻപത്തെ ഐക്യപ്രഖ്യാപനം നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കിയത് പുതിയ രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ഒരു വശത്ത് മുസ്ലിങ്ങൾ, മറുവശത്ത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം. ഇത് ഇടതുപക്ഷത്തെ സഹായിക്കാനായിരുന്നു. സമദൂരം പയറ്റുന്ന NSSനെ കുരുക്കിലാക്കുന്നതായി ഈ നിലപാട്. മുൻപൊക്കെ വൈകി വന്ന ബോധ്യം ഇക്കുറി ഒട്ടും വൈകിയില്ല. ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ചയ്ക്ക് വഴിയൊരുക്കാനാണ് ഈ ഐക്യമെന്ന NSSന്റെ തിരിച്ചറിവാണ് നായർ ഈഴവ ഐക്യം പാളാൻ കാരണമായത്. നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗവുമായിട്ട് ചർച്ച നടക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ തന്നെ അർത്ഥം ആർക്ക് വേണ്ടി അത്? ഇത്തവണ നായർ ഈഴവ ഐക്യത്തിനായി വെള്ളാപ്പള്ളി നടേശൻ മുൻകൈയെടുക്കുന്നത് പിണറായി ഭരണം തുടരാനാണ്. അതിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രയത്നിക്കുന്ന BJPയുടെ താല്പര്യവും വ്യക്തമാണ്. നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന ഹിന്ദു ഐക്യമോഹം നായാടി മുതൽ നസ്രാണി വരെ എന്ന ഹിന്ദു ക്രിസ്ത്യൻ ഐക്യ അജണ്ടയായി മാറിയതും അതുകൊണ്ടാണ്. NSSനെ കൂടെ കൂട്ടാൻ CPMനൊപ്പം നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ BJP മുന്നണിയിലുള്ള മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതാണ് രാഷ്ട്രീയ ലക്ഷ്യം ചിന്തിപ്പിച്ചതെന്ന് G. സുകുമാരൻ നായർ പറയുകയാണ്. പക്ഷെ അത് മാത്രമല്ല, വെള്ളാപ്പള്ളിയും CPMും BJPയും പറയുന്നത് ഒരേ ഭാഷയിലാണ്. കോൺഗ്രസ് മുസ്ലിം പ്രീണന പാർട്ടിയാണെന്ന ഒരേ നാവാണ്. മുൻപ് 2 തവണ തകർന്ന NSS SNDP ഐക്യം മൊട്ടിട്ടാലും നിലനിർത്തുക എളുപ്പമായിരുന്നില്ല. കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണെന്ന് ഈഴവ നേതാവ് പ്രചാരകനാകുമ്പോൾ നമുക്ക് 1959 NSS SNDP ചരിത്രമൊന്ന് ചെയ്യാം. മന്നത്ത് പത്മനാഭനും R. ശങ്കറും കൂടി NSS SNDP ലയനം വരെ ചിന്തിച്ച കാലമാണത്. ഇന്ന് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയെന്ന വിഷയമാണെങ്കിൽ അന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ഭരണമെന്ന മുദ്രാവാക്യമായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം മുന്നണി രാഷ്ട്രീയം പ്രസക്തമായതോടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആ റോൾ ഏറ്റെടുത്തു. ആദ്യ ഐക്യം തകർന്നത് UDF ഭരണകാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സംവരണത്തിലും ക്രമക്കേടിലും തട്ടിയാണ്. NSS SNDP രണ്ടാം ഐക്യം ഉമ്മൻചാണ്ടി ഭരണത്തിലെ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വത്തിനെതിരെയായിരുന്നു. SNDP ലീഗുമായി സഹകരിച്ചതോടെ ആ ഐക്യം തകർന്നടിഞ്ഞു. സമദൂരവും സമദൂരത്തിൽ ശരിദൂരവും പറയുന്ന NSSന് ഏതെങ്കിലും ഒരു സമുദായത്തോടോ മതത്തോടോ രാഷ്ട്രീയ പാർട്ടിയോടോ അകലം പാലിക്കാനാവില്ല. കാരണം NSSൽ CPM മനസ്സുള്ളവരും കോൺഗ്രസ് മനസ്സുള്ളവരും BJP മനസ്സുള്ളവരുമുണ്ട്. സമുദായ അംഗങ്ങളുടെ രാഷ്ട്രീയ വികാരം മാനിക്കാതെ സമദൂരത്തിൽ വെള്ളം ചേർത്താൽ ആത്മഹത്യാപരമാകുമെന്ന തിരിച്ചറിവാണ് നായർ ഈഴവ ഐക്യത്തിന്റെ തകർച്ച അനിവാര്യമാക്കിയത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.